അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവായ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബന്ധുക്കളിൽ നിന്നും സിഹിർ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ബന്ധുക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തവരല്ലേ? പക്ഷേ ചിലപ്പോൾ അവരിൽ നിന്ന് പോലും അസൂയയോ ദുഷ്ടചെയ്തിയോ നമുക്ക് വരാം. അതിനെ എങ്ങനെ തടയാം? എന്താണ് പരിഹാരം? അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി, ബന്ധുക്കളിൽ നിന്ന് സിഹിർ വരുമോ? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ബന്ധുക്കളിൽ നിന്ന് സിഹിർ വരുമോ എന്ന് ചോദിച്ചാൽ പലർക്കും അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നല്ലത് നടക്കുമ്പോൾ, ഒരു ജോലി കിട്ടിയാലോ, കല്യാണം നടന്നാലോ, ബിസിനസ് നന്നായി നടന്നാലോ ചില ബന്ധുക്കൾക്ക് അസൂയ തോന്നാം. അത് ചിലപ്പോൾ സിഹിർ എന്ന രൂപത്തിൽ നമ്മളെ ബാധിക്കാം. ഒരിക്കൽ സിഹിർ ബാത്തിലാക്കിയാലും അവർ വീണ്ടും ചെയ്താൽ എന്തു പ്രയോജനം? ഉദാഹരണത്തിന്, ജലദോഷം മാറാൻ മരുന്ന് കഴിച്ചാൽ ഭേദമാകും, പക്ഷേ വീണ്ടും വരുമല്ലോ. അതുപോലെ ബന്ധുക്കളുടെ അസൂയ ഉള്ള കാലത്തോളം സിഹിർ വരാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ പേടിക്കേണ്ട, നമുക്കതിനെ തടയാൻ പറ്റും. ഇനി ബന്ധുക്കളിൽ നിന്നുള്ള സിഹിർ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ഒന്നാമതായി, നിത്യ ദുആകളാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസുമോദി ശരീരത്തിൽ തടവുക. ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കവചമാണ്. ബന്ധുക്കളുടെ അസൂയയിൽ നിന്ന് പോലും നിന്നെ അത് കാക്കും. രണ്ടാമതായി, ആയത്തുൽ കുർസി ഓതുക. ഓരോ നമസ്കാരത്തിന് ശേഷവും ഉറങ്ങാൻ പോകുമ്പോഴും ആയത്തുൽ കുർസി ഓതണം. ബന്ധുക്കൾ എന്ത് ചെയ്താലും അള്ളാഹുവിൻ്റെ സംരക്ഷണം നിന്റെ കൂടെയുണ്ടാകും. മൂന്നാമതായി, വെള്ളിയാഴ്ചയിലെ ദുആയാണ്. ഓരോ ജുമാ നിസ്കാരത്തിന് ശേഷവും പള്ളിയിലിരുന്ന് ഖുർആനിലെ ആയത്തുകൾ ഓതുക. ഉദാഹരണത്തിന് സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത ജുമാ വരെ നിനക്ക് സുരക്ഷാ കവചം കിട്ടും. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാ കഴിഞ്ഞ സമയമാണ്. എല്ലാവരും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. നാലാമതായി, നിന്റെ കാര്യങ്ങൾ മറച്ചു പിടിക്കുക. ബന്ധുക്കളോട് പോലും നിന്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ പരസ്യമായി പറയരുത്. ഒരു പുതിയ വീട് വാങ്ങിയാലോ ബിസിനസ് നന്നായി നടക്കുന്നോ എന്നൊന്നും എല്ലാവരോടും പറഞ്ഞാൽ അസൂയക്ക് കാരണമാകാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, അസൂയ മനുഷ്യന്റെ ദുർഗുണമാണ് എന്ന്. അതുകൊണ്ട് ഒരു പരിധിവരെ മറച്ചുപിടിച്ച് ജീവിക്കുക. മൂന്നാമതായി, ബന്ധുക്കളുടെ അസൂയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. ചില ബന്ധുക്കൾ നിന്റെ വീടിന്റെ മുമ്പിൽ എന്തെങ്കിലും കുഴിച്ചിട്ടോ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചോ നിന്നെ ഉപദ്രവിക്കാനായി ശ്രമിക്കും. പക്ഷേ ഓർക്കുക, അവർക്കാണ് നഷ്ടം. ഖുർആൻ പറയുന്നു, അസൂയക്കാരൻ്റെ അസൂയയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന്. അവർക്ക് രക്തസമ്മർദ്ദം കൂടട്ടെ, നിന്റെ ജീവിതം മുന്നോട്ട് പോകട്ടെ. നീ അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചാൽ ബന്ധുക്കളുടെ ദുഷ്ടശക്തി നിന്നെ ബാധിക്കുകയില്ല. പിന്നെ ജിന്ന് പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്നാണ്. ഇനി സിഹിർ ചികിത്സിക്കുമ്പോൾ ജിന്ന് നമ്മുടെ മേൽ വരുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഒരിക്കലുമില്ല. ഒരു സ്വാലിഹായ മനുഷ്യനോ ജിന്നോ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി കയറില്ല. ബന്ധുക്കളുടെ സിഹിർ മാറാൻ ചികിത്സ തേടുമ്പോൾ ശരിയായ ത്വാത്വികനായ ആളെ കണ്ടെത്തുക. അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ബന്ധുക്കളിൽ നിന്നുള്ള സിഹിറേൽക്കാതിരിക്കാൻ ഏറ്റവും വലിയ മാർഗം അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നുള്ളത് തന്നെയാണ്. ദുആ, ഖുർആൻ, നല്ല ജീവിത രീതി, ഇതൊക്കെ നമ്മളെ കാക്കും. ബന്ധുക്കളുടെ അസൂയ പേടിക്കേണ്ട, അവർക്ക് നഷ്ടം അവർക്ക് തന്നെയാണ്. അള്ളാഹു നമ്മളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.